ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പം കിട്ടി എവിടെ പോകാൻ നിൽക്കണേന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം ഇന്ന് പുതിയൊരു വ്ളോഗ് വരുന്നതായിരിക്കും. ലോങ് വ്ളോഗ്. കുറേ ദിവസത്തിന് ശേഷമാണ്. പിമ്പിൾസൊക്കെ ഏകദേശം കുറഞ്ഞു, മുമ്പത്തെക്കാട്ടി ഇച്ചിരി കുറഞ്ഞുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ യാത്ര എവിടെ പോകണമെന്ന് ചോദിച്ചാൽ പറയണോ അല്ലെങ്കിൽ സസ്പെൻസ് ആക്കണോ? പറയാമല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ഗ്രാജുവേഷന് പോവുകയാണ്. സേലത്താണ് എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ, അമ്മ, അച്ഛൻ, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ചേട്ടൻ വരുന്നില്ല, കാരണം ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 3 പേരുമാണ് പോകുന്നത്. നമ്മൾ പോകുന്നതേ ഉള്ളൂ, 9 മണി ആയിട്ടുണ്ട്. നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്, കാറിൽ പോകുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പം മാറിയൊക്കെ നമ്മൾ വണ്ടി ഓട്ടിക്കും, സീനൊന്നുമില്ല. ട്രിപ്പ് അടിപൊളിയായിരിക്കും. ഒരു ട്രിപ്പ് വൈബിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ബാക്കി വഴിയുള്ള വീഡിയോസ് കാണാം ഗൈസ്. പിന്നെ എൻ്റെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ, രാവിലെ ഫുഡ് ഉണ്ടാക്കി. നമുക്കിങ്ങനെ യാത്ര പോകുമ്പോൾ ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് നമ്മൾ കഴിക്കാൻ കഴിയും. ഒന്നാമത് തമിഴ്നാടും കൂടെയാണ്, നമുക്ക് ഫുഡ് തീരെ എനിക്ക് വൈറ്റ് റൈസ് എനിക്ക് പറ്റില്ല കേട്ടോ. ഞാനല്ലെങ്കിൽ ഒന്നിയും ടൊമാറ്റോ റൈസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണ് ഞാൻ കഴിക്കാറ്. അതുകൊണ്ട് അമ്മ തന്നെ ഫുഡ് കുക്ക് ചെയ്തത് ഞാനെല്ലാം ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്തുമല്ലോ, ആ സമയത്ത് ബാക്കിയെല്ലാം പറയാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ബാഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചേട്ടൻ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കാറിൽ. ഇനി കാർ എടുക്കുക, പോവുക. അപ്പം എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ് നാളെ 19th. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. 3 വർഷത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം അങ്ങനെ ഗ്രാജുവേഷൻ വാങ്ങാനായിട്ട് എല്ലാവരും പോവുകയാണ്. അന്ന് എല്ലാവരെയും കാണാം, മാമിനെ കാണാൻ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ മാമിനെ കാണാനാണ് ഞാൻ പോകുന്നത്. കുറേ നാളായി കണ്ടിട്ട്, എൻ്റെ പ്രിൻസിപ്പൽ മാം നിത്യകലവണി മാം. അപ്പം മാമിനെ കാണാനാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ള വീഡിയോസ് വഴിയെ കാണാം. ഹായ്, അങ്ങനെ നമ്മൾ കാറിൽ കയറി. ഞാനും അച്ഛനും അമ്മയുണ്ട്. അമ്മയും അച്ഛനും ഫ്രണ്ടിലേക്ക്. അച്ഛനാണ് കേട്ടോ ഇപ്പോൾ കാർ ഓട്ടിക്കുന്നത്. അയ്യോ, നമ്മളിപ്പോൾ കറൻ്റ്ലി എവിടെ വെച്ചാൽ ഇത് ചാക്ക കഴിഞ്ഞു, ഈഞ്ചക്കലെത്തി കേട്ടോ. ഈഞ്ചക്കൽ നമ്മൾ ഇവിടെ പണിയൊക്കെ നടക്കുന്നു കേട്ടോ. ഈഞ്ചക്കൽ ഞാൻ കാണിച്ചു തരാവേ. എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ റോഡ് അങ്ങനെ ബ്ലോക്കൊന്നുമില്ല. നമുക്കിവിടെ നിന്ന് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പിക്ക് ചെയ്യണം. അടിപൊളി വാഴത്തോട്ടമൊക്കെ കണ്ട് നല്ല ക്ലൈമറ്റൊക്കെയാണ്. വെയിലുണ്ടായാലും പക്ഷേ നല്ല രസമുണ്ട്. മലയിൽ ആ ക്ലൗഡൊക്കെ നിൽക്കുന്നത് കാണാനൊക്കെ ആയിട്ട് അടിപൊളി. പോകുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് ഞാൻ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കരിമ്പിൻ ജ്യൂസ്. നമ്മളിപ്പോൾ തമിഴ്നാട്, ഇത് ഏത് സ്ഥലമാടാ? ഏതോ സ്ഥലം. കുമാരകോവിലൊക്കെ കഴിഞ്ഞ് കേട്ടാ. കുമാരകോവിലൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. സൈഡിൽ കടലൊന്നും കണ്ടില്ല. ഇപ്പോൾ 12:42 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നൊങ്ക് കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. തമിഴ്നാട്ടിൽ കയറി അങ്ങനെ നൊങ്ക് കുടിക്കാനായിട്ട് ഞാനും അമ്മയും അച്ഛനും ഒക്കെ ഇറങ്ങി. അവൻ്റെ അടുത്ത് നല്ല രീതിയിൽ അമ്മ വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണെന്നറിയുമ്പോൾ നമ്മളെ വെള്ളം ഒഴിച്ച് നൊങ്കിൽ തന്നാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവരുടെ വെള്ളം ഒന്നും യൂസ് ചെയ്യണ്ട. അപ്പോൾ അച്ഛനാണ് ഇത്രയും നേരം ഓട്ടിച്ച്. അച്ഛനും അതിൻ്റെ ഭയങ്കര ക്ഷീണം. ഇപ്പോൾ അമ്മ കൊടുക്കും കേട്ടോ, വെള്ളം കൊടുത്തിട്ട്. ഇതിൽ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയുടെ എക്സ്പ്രഷൻ കണ്ട, അമ്മയുടെ എക്സ്പ്രഷൻ നോക്കിക്കാണാം. അമ്മ ഓരോന്നും ഇരുന്ന് പറയുകയാണ്. ഇവ ഏത് വെള്ളത്തിലായിരിക്കും ആദ്യമേ യൂസ് ചെയ്തതെന്നൊക്കെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞൂടാ. നമ്മൾ വരുന്ന വഴിക്ക് കുറേ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കണ്ടിട്ട് നമ്മളൊന്നും സ്ഥലത്ത് നിർത്തിയില്ല. നമുക്കൊന്നും കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അതിൻ്റെ ഇടയിൽ നൊങ്ക് കഴിക്കണമെന്നുള്ളൊരിത്. കുറച്ച് മതി. മൂന്നെണ്ണം മതി. ഞാൻ ഒന്ന് ഫുള്ള് കുടിക്കൂല. ഞാനല്ല, അമ്മയാണ് നൊങ്കെന്ന് പറഞ്ഞത്. അമ്മ നൊങ്ക് കുടിക്കുക. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കലക്കിയ അമ്മ? കുഴപ്പമില്ല, കഴിക്കുന്നത്.
ചെറുതായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ സാധനം കഴിക്കുന്നുണ്ട്. എല്ലാം എടുക്കാൻ പറ്റില്ല, നൊങ്ക് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും വരുമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴത്തേക്ക്. ആരുടെ ചിട്ടി വീണതാ എന്ന് വെച്ചാ? ഓ, നമ്മള് വന്ന് ലോട്ടറി വീണത് ചേട്ടനാണ്. കുറേ കടകൾ നോക്കി നോക്കി വന്നു. പക്ഷെ നമ്മൾ ഇവിടെയാണ് വന്ന് കുടിച്ചത്. ചേട്ടന് ചിട്ടി വീണത്. ഇങ്ങനെയാണ് എടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് സ്പൂണിൻ്റെ ടിപ്പ് വെച്ച് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആ മറ്റേ അതിൻ്റെ ഒരു വൈറ്റ് സംഭവമില്ല, അതും കൂടെ അതിൽ വരും. അതാണ് ഇത്ര കഴിക്കണേ. ചേട്ടാ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. രാവിലെ കൈ കിടന്ന് അമ്മാതിരി വിറയലാണ് ചേട്ടനെ നോക്കിയേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനപ്പം ഇവിടെ നിന്ന് എമൗണ്ടൊക്കെ കൊടുത്ത് നമ്മളിവിടെ നിന്ന് ചലിക്കുകയാണ്. ഇത് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറി നമ്മൾ ആദ്യത്തെ ടോള് കൊടുത്ത് ഇറങ്ങിയ കേട്ടോ. കോയമ്പത്തൂർ. നമ്മളിതാ കോയമ്പത്തൂർ റൂട്ട് കയറി ഗൈസ്. വെള്ളമട അങ്ങോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. വാവ്, അടിപൊളി. ഫുള്ള് വയല്. മറ്റേ ഇനി ഫാനൊക്കെ കാണുമല്ലേ, മറ്റേ എന്തോന്ന് മൂന്ന് വിൻഡ് മില്ല് കാണും നമ്മൾ ഇനി പോകുന്ന വഴിക്ക്. നമ്മൾ ഫാനിന്റെ തോവാളയാ എന്തോന്ന് തോവാള എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ദാ നമ്മൾ ഫാൻ കണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പേ, ഫാൻ നമ്മൾ എത്തുമ്പം കാണുന്നു. ഇതിൽ ഭയങ്കര ഷെയ്ക്കാണ് എൻ്റെ ഫോണ്. നമ്മളെങ്ങ പാവങ്ങളുടെ ഐഫോണൊന്നുമില്ല. ഉള്ള ഫോൺ വെച്ച് ഇല്ല, ഐഫോൺ കട്ടറി വീണ ഷേക്ക് ആവൂല. ഇതാ കണ്ട ഫാന് പറക്കണ കണ്ട. അമ്മ പറയണ ഫാന് പറക്കണമെന്ന്. പ്രാവ് പറക്കണേണ്. സോറി, അപ്പൊ എന്റെ കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണ്. ജയിന്റ്. അയ്യോ, ഓരോരുത്തരെ ഓരോ പേരുണ്ട്. മിക്കവാറും എനിക്ക് ഇതിൻ്റെ അകത്ത് മുഴുവൻ ട്രോളായിരിക്കും കേട്ടാ. ശരിയാണ്, ജയിന്റ് വില്ലൊക്കെ പോലെ തന്നെ ഇങ്ങനെ നോർമൽ സ്പീഡിലാണ് കറങ്ങണേന്ന് തോന്നുന്നു. കണ്ട നമ്മൾ എത്രയിലാണ് പോകുന്നത്? 140. എത്രയിലാ വെച്ചാ പോണേ? 120. 180 ഒന്നും അച്ഛൻ കാണിക്കണ്ട. 180 140 അച്ഛൻ കാണിച്ചു തരാറ്. തേങ്ങ കുരിപ്പിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ മറ്റെന്തോ നമ്മ അതിന്റെ ഞാവൽപ്പഴം, റംബൂട്ടാണില്ലല്ലോ. പിന്നെ ഈന്തപ്പഴമൊക്കെ ഇപ്പൊ മഞ്ഞ കളർ ഈന്തപ്പഴം കാണുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അതൊന്ന് പറയടാ. ഇൻട്രോവേർട്ടാണ് കേട്ടോ സജാദ്, കുറച്ച് ഇൻട്രോവേർട്ടാണ് ഗൈസ്. അവനോ വീഡിയോയിൽ കാണിക്കരുത്. അടിയിൽ കൂടെ ട്രെയിൻ പോകുന്നു. വാവ്, ജസ്റ്റ് മിസ്. അങ്ങനെ നമ്മളങ്ങനെ ചപ്പാത്തി വാങ്ങാനായിട്ട് ഇറങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടേ. ഓ വാങ്ങ, ചപ്പാത്തി വാങ്ങാനായിട്ട് വന്നേ. ഇവിടെ 6 ചപ്പാത്തിക്ക് 158 rupees. വെറും 6 ചപ്പാത്തിക്ക് 158 rupees. നമ്മളെ നാട്ടിലൊക്കെ 5 രൂപ 6 രൂപയേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ചപ്പാത്തിക്ക് കണക്കെനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ അത് വിട്ടിരിക്കുന്നു ഗൈസ്. ഒരു ചപ്പാത്തിക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പം അതാ ഞാനങ്ങനെ ചപ്പാത്തി വാങ്ങാനായിട്ട് വരികയാണേ. പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറ്റും. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുമുണ്ട്. ഫുഡ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഒരു 5-10 minutes എടുക്കും എന്ന് പറഞ്ഞു ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അമ്മ കാറിൽ, റെസ്റ്റ് റൂമിലൊക്കെ ഞാനും അച്ഛനും ഒക്കെ പോയി. അമ്മ കാറിൽ ഇരിപ്പുണ്ട്. ഫുഡ് വരട്ടെ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയായിരുന്നേ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് നല്ല തണലുണ്ട്, ഇവിടത്തേക്ക് കയറ്റിയിട്ടിട്ട്, പല്ലവൻ്റെയും പറമ്പാണ് അത് വേറെ കാര്യം, ഇവിടത്തേക്ക് കയറ്റിയിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞേ.
നല്ല തണലുണ്ട്. ഈ ഒരു പോർഷൻ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ കയറാന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ വാഴ കൃഷി ഇവിടെ എന്തോ നട്ടിട്ട് എന്തോ വിളവെടുത്തിട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടെ. ഇത് മറ്റേ തല്ലിക്ക, ഇതിന്റെ പേരെന്തോന്നമ്മ? ബദാംക തന്നെ. അതാ ബദാംക പഴുത്തിട്ട് അവിടെ കുറേ തല്ലി ഇട്ട് ആൾക്കാർ കഴിച്ചിരിക്കുന്നു. ബദാംക, ഇത് ബദാം പഴമാണ്. ഓ, ബദാം തല്ലിയിട്ട് അതിൻ്റെ അകത്തുള്ള ഇതെടുക്കുക. അവിടെ തല്ലി ഇട്ടിരിക്കുന്നു. വെള്ളമൊക്കെ ഭയങ്കര അമൂല്യമാണ്. അപ്പോൾ ലുത്തിച്ചേ നമ്മൾ കഴിവാവും കേട്ടോ. അച്ഛൻ ലുത്തിക്കണുണ്ടാ നോക്കട്ടെ ഞാൻ. അച്ഛൻ ലുത്തിച്ചേ കഴിവാവൂ. ആകെ 2 ബോട്ടിൽ വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഇത് അമ്മ ഇലയിൽ വലിയ കാര്യത്തിൽ മൊണാളിട്ടൊക്കെ കാണിച്ച് അപ്പുറത്തുനിന്ന് ഇലയൊക്കെ അപ്പുറത്തെ പറമ്പീന്ന് തേക്കിന്റെ ഇലയാ തേക്കിന്റെ ഇല കഴുകി വാട്ടിയൊക്കെ കൊണ്ടുവന്നതാണ്. അത് പ്ലേറ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ മേളിൽ വെച്ച് തന്നെ ഇതൊക്കെ ഒരു മൊണാളിട്ടി അമ്മയുടെ. സജാദ് ആലോചിക്കും, ഇതിനെയൊക്കെ കൊണ്ടുമാണല്ലോ ദൈവമേ ഞാൻ വന്നത്. ഫുഡ് അമൂല്യമാണ് ഗൈസ്, അമൂല്യ ചപ്പാത്തി. എന്താന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ ചപ്പാത്തി കണ്ടിട്ട്. സജാദിന്റെ ചപ്പാത്തി അവര് ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് ചോറൊന്നും അവന് പറ്റില്ല. ചോറ് കഴിക്കണം, നീ ഇച്ചിരി ചോറ് കഴിച്ചിട്ട് നീ പോയാൽ മതി. അങ്ങനെ അമൂല്യ ചപ്പാത്തി ചുട്ട് അവൻ പരത്തി എടുത്തതിൻ്റെ വിലയും അവൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ കൂട്ടിയാണ് അവൻ എനിക്ക് 158, ഞാൻ മറക്കില്ല, 158 രൂപയുടെ ചപ്പാത്തി. അമ്മ വീട്ടിൽ നിന്ന് ചിക്കൻ, നല്ല അടിപൊളി ചിക്കൻ കറി, ചോറ്, വെണ്ടയ്ക്ക, ഇത് 3 മാത്രമേ ആക്ച്വലി ഇന്ന് വെച്ചോളേ. ബാക്കിയുള്ള വിശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാവേ. ഇത് 3 വെച്ചോളൂ, അമ്മ അറിയണ്ട, ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാവേ. ഫ്രൈയും ഉണ്ട് കേട്ടോ, ചിക്കൻ ഫ്രൈയും ഉണ്ട്. ബാക്കിയുള്ള എല്ലാ കറികളും ഇന്നലത്തെ കറിയാണ്. എന്നിട്ട് വലിയ കാര്യത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾ അവിയലൊക്കെ ഇന്നലത്തെ അവിയലാണ്. എന്നിട്ട് ഇന്ന് രാവിലെ കയറി അയ്യോ ഞാൻ ഭയങ്കര അടുക്കള പണിയിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 158ൻ്റെ ചപ്പാത്തിയാണിത്, ഇടയ്ക്കിടയ്ക്ക് പൊക്കും അങ്ങനെ. അപ്പം ഇന്നലത്തെ അവിയലൊക്കെയാണ് കേട്ടോ, ഒരു വലിയ കാര്യത്തിലിരിക്കുകയാണ്. ഇന്നത്തെയാണ് ഇതെന്തോന്ന് രസമാ? ഇന്നലത്തെ രസമാണ്. ഇന്നലത്തെ അവിയലൊക്കെയാണ്. ചിക്കനും വെണ്ടയ്ക്കും ചോറും മാത്രമേ ഇന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെ. എന്നിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങിയത്. ഈ ഭഗവതിയുടെ മുഖം കണ്ടത്. ചിക്കൻ കൊടുക്കുന്നത് ചപ്പാത്തി ആൻഡ് ചിക്കൻ. എങ്ങനെയുണ്ടെന്ന് പറയണേടാ അമ്മയുടെ ചിക്കൻ കറി? കോഴിക്കാല് കഴിക്കൂല, ആകെ 2, 3, 7 പല്ലും ഉണ്ട്. എല്ല് വേണ്ടെങ്കിൽ എനിക്ക് തരണേടാ, മറക്കല്ല്. നമുക്കറിയാമല്ലേ, എല്ല് കൊതിച്ചാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലൊക്കെ. എനിക്ക് തൊടാൻ വൃത്തിയിട്ടവനെ. കുഴപ്പമില്ല, ചപ്പാത്തി കൊള്ളാം. അങ്ങനെ പൊരിച്ച ചിക്കൻ, അവിയൽ, വെണ്ടയ്ക്ക ഉപ്പേരി, ചിക്കൻ കറി ഉണ്ട് കേട്ടോ. രസമല്ലേ? വേറെ ഒന്നുമില്ലേ? ഇത്രയും കിട്ടിയത് തന്നെ പുണ്യോടിയെന്നല്ലേ. അവിയൽ പോരെ? ഓ പിന്നെ ഇന്നലത്തെ എല്ലാ കറികളും ഉണ്ടല്ലോ. ചിരിക്കണേണ്ട അറിയാ, ഇന്നലെ വെച്ചോണ്ട് ഇന്ന് എളുപ്പമായി അമ്മയ്ക്ക്. ഒഴുകുന്ന രസം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ, ബുദ്ധിമതിയായ എൻ്റെ അമ്മ പറയുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര കാറ്റ് കേട്ടോ ഇവിടെ. ഭയങ്കര കാറ്റ്. പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം എടുത്തത് പോലും ഇല്ല, അങ്ങനെ വെച്ചിരിക്കുന്നു. എൻ്റെ ബുദ്ധിമതിയായ അമ്മയ്ക്ക് ഞാൻ ഇതാ ചുമ്മാ അമ്മ ഇരുന്ന് തിന്നോണ്ടിരി. അത് തന്നെ നമ്മളുടെ 2ാമത്തെ ടോളായിട്ടുണ്ട്. ഇത് ഏത് സ്ഥലത്തെ ടോളടാ? സ്ഥലം എന്നൊക്കെ പറഞ്ഞ നമ്മള് മൊണ്ടിപ്പോവും ഗൈസ്. ഏത് സ്ഥലം എന്ന് പറഞ്ഞു? നങ്കുനേറി. ആ ടോളാണ് കേട്ടോ.
നമ്മൾ ഓൾറെഡി നമുക്ക് ഫാസ്റ്റ് ടാഗ് ഉണ്ട്, അപ്പം ജസ്റ്റ് കാണിക്കുക പോവുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. യെസ്. ഓ ഇതൊന്നും ഡിജിറ്റലൊന്നും വർക്കിംഗ് അല്ല ഗൈസ്. നമ്മൾ അടുത്ത ടോൾ എത്തിയിരിക്കുന്നു ഗൈസ്. 3ാമത്തെ ടോൾ സലേപത്തൂർ, മധുരൈ. വേ ടു മധുരൈ. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. ലേസ്, എനിക്ക് ലേസ് ഇഷ്ടമല്ല. ഇനി പച്ച അല്ലെങ്കിൽ ബ്ലൂ വേണം. ബ്ലൂ ഉണ്ടായിരുന്നോ? കണ്ടില്ല, ബ്ലൂ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. വേണ്ട, ഇനി ഇത് മതി. അവൻ നമ്മൾ ലേസൊക്കെ കഴിച്ച് ചില്ലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മധുരത്തറായി. നല്ല വെയിലുണ്ടായിട്ട് ഞാൻ ഇതെടുത്തിട്ടു. അത് വെയിലില്ല, കുഴപ്പമില്ല. കരിപ്പട്ടിയുടെ കരിപ്പട്ടി കൃഷിയാ? പിന്നെ ഓ വിൽക്കാൻ കരിപ്പട്ടി വെച്ചിരിക്കണം. ഞാൻ കരുതി കൃഷിയായിരുന്നു. കരിപ്പട്ടി എങ്ങനെ പിന്നെ ഉണ്ടാക്കണ? ഷുഗർ കേരിന്നല്ലേ? സോറി. അപ്പം ഞാനാണ് മന്ദബുദ്ധി. ആണ് റാംകോ സിമെന്റ്. നമുക്കിവിടെ നിന്നാണ് സിമെന്റ് വരുന്നത്. ഫാക്ടറിയുടെ സിമെന്റ് ഫാക്ടറി. അത് കുഴപ്പമില്ല, ഇങ്ങനെ എടുക്കാം. നല്ല രസമില്ലേ കാണാൻ? ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാക്ടറിയുടെ. അങ്ങനെ മധുര എത്തുന്നതിന് മുമ്പായിട്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ചേട്ടൻ. തൊളവടയുടെയാണ്. തൊളവടയുണ്ട്, പരിപ്പ് വടയുണ്ട്, കാവജിയാണ്. അത് 3 ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയും ചായ പറഞ്ഞു. എനിക്ക് സ്വർണ്ണ ഗ്ലാസ്സിൽ മതിയായിരുന്നു ചായ. ചോദിച്ചു നോക്കട്ടെ തരുമോന്ന്. എനിക്ക് സ്വർണ്ണ ഗ്ലാസ്സിൽ മതി. അത് കോഫിയാണ്. കോഫി. ഇത് ചായ ഭയങ്കര ഇതാ. ചായ കൊള്ളാമോ? കടുപ്പം കുറച്ച് പൊതുവേ. മീഡിയം. ഇവർക്ക് രണ്ടുപേർക്കും കടുപ്പം കൂടുതൽ. സ്ട്രോങ്, ഡബിൾ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതോ നമ്മളുടെ പേടകം കിടക്കുന്നു. നല്ല വാഴയ്ക്കല്ലോ കാവജി ഗൈസ്. കുഴപ്പമില്ല. തിന്നി തീർന്ന കാര്യമല്ല. ഞാൻ തിന്നാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് അടിയാണ്. തിന്ന് തീർന്നിട്ട് കാര്യം പറഞ്ഞത് അത് എന്തായാലും വൃത്തിയിട്ട കാര്യമാണെന്ന് എനിക്കറിയാണോ. ചായ അടിപൊളി കേട്ടോ. അപ്പൊ മധുര വഴി അച്ഛൻ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എടുക്കാന്ന് കരുതി. കുറച്ച് ദൂരം ഞാൻ എടുത്ത് ഒന്ന് സെറ്റ് ആവാന്ന് കരുതി. അങ്ങനെ നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി. ഇനി നേരെ എങ്ങോട്ടച്ചാ? മധുര കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ സേലമാണ്. കുറച്ചു നേരം ഞാൻ ഓട്ടിക്കാന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് സജാദ് ഓട്ടിക്കും. ബാക്കി നൈറ്റ് സജാദ് ഓട്ടിക്കും. അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് കാണാം. മുന്നോട്ട് നല്ല അടിപൊളി ഈവനിങ് വൈബാണ്. ബാക്കി എന്തോന്ന് പറയാ, ബാക്കി ഇനി നമുക്ക് വഴിയെ എല്ലാം ഓരോ ക്ലിപ്പായിട്ട് നമുക്ക് എടുക്കാം. ചായ കുടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ടെന്ന് പറ. ചായ കുടിച്ചിട്ട് ഞാൻ ശരി ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് പോയി ഫേസ് വാഷ് ചെയ്തു, ഒന്ന് ഫ്രഷ് ആയി. എന്നിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് കേട്ടോ. ശരിയാണോ? ഉപ്പ് വെള്ളമായിരുന്നു, ഇച്ചിരി ഉപ്പ് വെള്ളമായിരുന്നു. ഇരുന്ന് ട്രോൾ ചെയ്യണക്ക് ഫോൺ കിട്ടിയതോടെ. ഹായ്. അങ്ങനെ നമ്മൾ സേലം എത്തി. നമ്മൾ കുറേ റൂംസ് തപ്പി, 4-5 റൂംസ് തപ്പി. കാരണം കോളേജിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വേണമായിരുന്നു. ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫുള്ളായി. ഞാനങ്ങനെ ഇവിടെ ഒരു റൂം എനിക്ക് ഹോട്ടലിൽ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ല. കാരണം നമ്മൾ കുറേ സ്ഥലത്ത് പോയി, എല്ലായിടത്തും ഫുള്ളാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ സീസണോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു റൂം കഷ്ടിച്ച് നമുക്കൊരു റൂം കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അടുത്ത് തന്നെ ഒരു ലക്ഷ്മി അല്ലേ, എന്നാൽ അവിടെ ഒരു ലക്ഷ്മി റെസ്റ്റോറൻ്റ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെ കയറാമെന്നാ? ഇവിടെ കയറാമെന്നൊക്കെ പറയുന്ന അറിയില്ല. നോക്കട്ടെ. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ്സ്. വെജേ കഴിക്കുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും നോൺ വെജ് കഴിക്കാറില്ല. അപ്പോൾ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. എന്തായാലും കയറിയിട്ട് ഇടാം കേട്ടോ. നമ്മളിവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയ
ഹോട്ടലിൽ കയറിയപ്പോൾ മസാല ദോശ മസാല അല്ല സോറി ഇത് നെയ് റോസ്റ്റും സാമ്പാറും ചട്നി ഉണ്ട്. പിന്നെ അപ്പം ദോശ നല്ല ചൂട് ദോശയുണ്ട്, നല്ല ചൂട് സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നമ്മൾ എവിടെ പോവും പറ ഗായ്സ്? ഇത് കഴിഞ്ഞ് നമുക്കൊരു ചായ കുടിക്കണമെന്നുണ്ട്. നമ്മളിവിടെ കയറിയ സ്ഥലത്ത് ചായ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് ഗുപ്ത സ്വീറ്റ്സ് ഉണ്ട്, അവിടെ ചായ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ കരുതി അവിടെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. തിരക്കാണെങ്കിൽ ചായ കുടിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ നേരെ റൂമിൽ പോകും കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ റൂമിലെത്തി, കഷ്ടിച്ചങ്ങനെ റൂം കിട്ടി. അപ്പം എൻ്റെ ഒരു ലാക്മിയുടെ ബ്ലഷ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു ഫേസ് മാസ്ക് ഉണ്ട്. നാളെ പൊളിച്ച് പോകാമല്ലോ എന്ന് കരുതിയിട്ട് രാത്രി ഇതൊക്കെ ഒന്നിട്ട് സെറ്റ് ആവാന്ന് കരുതി. അപ്പോൾ അതാ ഇത് ഞാൻ എടുക്കുകയാണ്, എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. പാവം സജാദാണ് ക്യാമറ പിടിച്ച്. ഞാനൊന്ന് മൂത്തെടുക്കട്ടെ. ഇത് ഒരു വല്ലാത്ത ചെറിയ ഏതാ മുഖം? ഇതാണ് എൻ്റെ മുഖം. അപ്പം ഇതിങ്ങനെ പിടിക്കണം. ഓക്കെ, മൂക്കിൻ്റെ ഭാഗം താഴണില്ല. ഓക്കെ, അയ്യോ എന്തൊരു തണുപ്പ് വേണോടാ. ഇതിന്ന് കുറച്ച് ഒഴിച്ച് തരാം ഇതിലൊക്കെ. ഇവിടെയൊക്കെ വെച്ച് നമ്മൾ ഇവിടെയൊക്കെ സെറ്റ് ആക്കണേ. ഓക്കെ, ഒരു ക്രിസ്മസ് ലുക്ക് ഉണ്ടല്ലേ കാണാൻ തന്നെ. ഇപ്പൊ സെറ്റായില്ലേ? അപ്പൊ ഇതിൻ്റെ അകത്ത് ബാക്കി സെറം ഉണ്ടേ, അതിൻ്റെ അകത്ത് ബാക്കി ജെല്ലുണ്ട്. അപ്പൊ ബാക്കിയുള്ള ജെല്ല് നമ്മള് അച്ഛനാണോ സെറം, ബാക്കിയുള്ള ജെല്ല് പിന്നെ മുഖത്തിട്ട് ഇത്ര മതിയാ നിനക്ക് സജാവാനായിട്ട് ഇത്ര. ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. അപ്പം ഇന്ന് ആണ് എൻ്റെ ഗ്രാജുവേഷൻ ഡേ. അപ്പം ഞാൻ ഒരുങ്ങാനായിട്ട് പോവുകയാണ്. ഔട്ട്ഫിറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഔട്ട്ഫിറ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ തലയൊന്നും കുളിച്ചില്ല, മെയിൽ മാത്രമേ കുളിച്ചോളൂ. ഫേസ് ഒന്ന് സെറ്റ് ആക്കണം. അപ്പം ആദ്യം ഞാൻ സ്നെയിലിൻ്റെ 96 ന്യൂളാണ് എടുക്കുന്നത്, അഡ്വാൻസ്ഡ്. ഇത് പുതിയതാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് ഫോട്ടോ ഒന്നും ഇട്ടില്ല, സ്റ്റോറി ഒന്നും ഇട്ടില്ല. ഞാൻ ഒരു തവണ യൂസ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അപ്പം പ്ലെയിൻ സ്കിന്നിലാണ് ഞാനിത് ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാണിച്ചു തരാം അതെങ്ങനെയാണ് സംഭവം. ഓക്കെ, ഞാൻ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്തെടുത്തില്ല. ഓക്കെ, 2 തുള്ളി എടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഓ, ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് വാർന്നോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല രസമുണ്ടല്ലേ? അതിന് ഭയങ്കര ബെനിഫിറ്റാണ്, ഭയങ്കരമായിട്ട്. ഇത് 1450 ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക്. ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറയാം കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും ഇതിന് വേണ്ടി പുതിയത് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, ബേസ് കൊടുത്തിരിക്കുന്ന സ്നെയിലിൻ്റെ ആണേ. മാല ഞാൻ ഓരോന്നുണ്ട്, കാരണം ഞാൻ 2 എണ്ണം പുതിയത് വാങ്ങിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചർ ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അഗ്നി മോയ്സ്ചർ എന്ന് പറഞ്ഞ ഒരു ക്രീമുണ്ട്, അത് അടിപൊളി ഒരു ക്രീമാണ്, മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക്, ഞാനത് യൂസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഓൾറെഡി ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ അതിന് വരെ ലാക്മേയുടെ അൺറിയൽ ജെൽ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക്. ഇതിന് എത്രയായിരുന്നു? 875 ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് പുതിയതാണ്, ഞാൻ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതും അടിപൊളിയാണ്. നമ്മളുടെ കുഴികൾ നമ്മൾ എന്തായാലും മേക്കപ്പ് ഇടും. ഇതൊരു വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രൈമർ ഒന്നും വാങ്ങാത്തത്, എല്ലാം പുതിയതാണ്. അപ്പോൾ ഞാൻ ബേസിൽ നമ്മൾ അത് സ്നീൽ കൊടുത്തതിന് ശേഷം അതിനുശേഷം മാത്രമേ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാവൂ. ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. അപ്പം നമ്മുടെ കുഴികൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നിരന്നിട്ട് തരും. എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് റഫായിട്ടുള്ള സ്കിന്നിനെ അവരൊന്ന് സ്മൂത്ത് ആക്കി തരും. അപ്പം നമ്മൾ ഇടുന്ന ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഫേസിൽ പിടിക്കാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബേസ് എപ്പോഴും
എന്തെങ്കിലും ഒരു ക്രീം കൊടുത്തതിന് ശേഷം മാത്രമേ പ്രൈമർ അപ്ലൈ ആവേ. എനിക്ക് നല്ല മുഖത്ത് നല്ല പാടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, സർജറിക്ക് ശേഷം എനിക്ക് സ്റ്റിറോയിഡ് കഴിച്ചതിന് ശേഷം നല്ല പിമ്പിൾസ് വന്നായിരുന്നു. എൻ്റെ പഴയ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു തുള്ളി പിമ്പിൾസ് ഇല്ല മക്കളെ, ഒരു തുള്ളി പിമ്പിൾസ് ഇല്ല. അതിന് ശേഷമാണ് പിന്നെ നല്ല രീതിയിൽ ഫുഡ് അടി ഉണ്ടല്ലോ, അത് പിന്നെ മാറ്റമുള്ള കാര്യമേ ഇല്ല എനിക്ക്. അത് നമുക്ക് വേണം. അത് ഞാൻ പണ്ടും ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ കുരു വരണം എന്ന് വെച്ചാൽ ഫുഡ് അത് ഇതൊന്നും മാറ്റാനൊന്നും എന്നെ കിട്ടൂല. എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയും മാറണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ അതിനൊന്നും ഒരു ആവശ്യമില്ല. ലാക്മേയുടെ പുതിയൊരു സംഭവം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. മേക്കപ്പ് പ്ലസ് സ്കിൻ കെയർ വിറ്റമിൻ സി സൂപ്പർ ഗ്ലോ സ്കിൻ പെർഫെക്റ്റിംഗ് മേക്കപ്പ് ഫിക്സർ 1% വിറ്റമിൻ സി കോംപ്ലക്സ്. ഓക്കെ, അപ്പം ഞാൻ ഇത് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 499 ആയിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ട് ഇല്ല ഫസ്റ്റ് ടൈം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പേ അല്ല. ഞാൻ ബ്ലഷ് ഇടും, എനിക്ക് ബ്ലഷ് കമ്പൽസറിയാണ്. ബ്ലഷ് കമ്പൽസറിയാണ്. അപ്പം ഞാൻ അതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഷെയ്ക്ക് ചെയ്തിട്ട് നേരത്തെ പ്രൈമറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, പ്രൈമർ ഇടുന്നതിന് മുമ്പ് നമുക്ക് കൺസീലും കൂടെ ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ബ്ലെൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ലാക്മേയുടെ തന്നെ കൺസീലർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുതിയതാണ്. ഞാൻ അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയത്. പ്രീമിയം പ്ലസ് മാറ്റ് ലിക്വിഡ് കൺസീലറാണ്, ലാക്മേയുടെ 929. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ലാക്മേയുടെ ആളാണെന്ന് വിചാരിക്കും. ലാക്മേയുടെ ആളല്ല. ഓക്കെ, ഇത് ഏതാണ് ഷെയ്ഡ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാൾനട്ട് 38 ആണ് കേട്ടോ, വാൾനട്ട് 38. ബട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇത് ഒരുമാതിരി എൻ്റെ ഷെയ്ഡ് പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. നോക്കിക്കോണേ, അത്യാവശ്യം കുറേ ഉണ്ടായിട്ട് കവറേജ് കുറേ ചെയ്യേണ്ടി വരും. ഞാനിവിടെയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഇത് ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് മേക്കപ്പ് ഫിക്സർ വെച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം എന്തോ പാടുകൾ. എനിക്ക് അറിഞ്ഞിവിടെയൊക്കെ കുരു പൊട്ടിയത് എന്നെ എന്നൊരു ഡൗട്ട്. ഇപ്പുറത്തെ കണ്ണിൻ്റെ ഇവിടെ ഇത്രയും ചെറിയൊരു പാട് കേട്ടോ. അത് ആക്സിഡൻ്റ് അല്ലേ, ഫീസ് പോയതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇപ്പം അറിയുന്നില്ല, ചെറുതായിട്ട് അറിയുന്നുള്ളൂ. കഴുത്തിൻ്റെ ഇവിടെയൊക്കെ കുരു, ദൈവമേ ഇത് എന്ത് കഷ്ടമാണ്. ഇവിടെ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കുരുക്കളും ഞാൻ മറച്ചെന്നാണ് എൻ്റെ വിശ്വാസം. നെറ്റിയിലൊക്കെ ഉണ്ട്. ഇത് മിക്കവാറും ഇത് മുഴുവൻ ഇടേണ്ട ആവശ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ പിരുകത്തിൻ്റെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആ ഒരു ഷേപ്പ് കിട്ടും നമുക്ക് കണ്ണിൻ്റെ മണ്ടയിൽ. എനിക്കിതിടുമ്പോൾ ഭയങ്കര ഡൾ ഫീലാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത്. പിന്നെതാ ജസ്റ്റ് സ്പ്രേ എടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്പ്രേ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക നന്നായിട്ട്. രാവിലെ ജലദോഷമായതാണ് തോന്നുന്നത്. ഇപ്പം 2 തുമ്മൽ തുമ്മി. ഞാൻ പിന്നെ ബനാന പൗഡർ വാങ്ങണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് ബനാന പൗഡർ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ബനാന പൗഡർ വാങ്ങിച്ചില്ല. സെറ്റായി, ചെറുതായിട്ട് കവറേജ് കിട്ടുന്നുണ്ടേ. എനിക്ക് ഭയങ്കര ഹെവി ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്കുണ്ട്. അതുകൊണ്ട് അധികം മേക്കപ്പ് ഒന്നും ഞാൻ ഇടില്ല, ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ മറന്നുപോയില്ല ഗൈസ്, അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ കൺസീലറൊക്കെ ഇട്ട് സെറ്റായി. അപ്പോൾ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് അത് ഉണങ്ങാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കുകയാണേ. എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ട് മേക്കപ്പൊക്കെ ഒന്ന് കാണാനേ.
അണ്ടർ ആർമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് 2 വീക്സോളം ആയി. ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ പറയാം. പുതിയതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 599 ആണ്. ഇത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവുന്ന ഒരു ഫീല്. ഞാൻ അതുകൊണ്ട് വിചാരിച്ചു നമ്മൾ സാധാ പൗഡർ ഇല്ലേ, സാധാ പൗഡർ തന്നെ യൂസ് ചെയ്ത് മോം സെറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിൽ. അതിനുശേഷം ബ്ലഷും കൂടെ 2 സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോസ്റ്റ്യൂം നമ്മളെ ഔട്ട്ഫിറ്റിലേക്ക്. അപ്പം ഞാൻ പൗഡറാണ് ഇട്ടത്, കോമ്പാക്റ്റ് ഇട്ടില്ല. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് ഇതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈകുന്നേരം 4 മണി വരെ പരിപാടി ഉണ്ട്. 6 മണി വരെ തെറ്റിപ്പോയി. 6 മണി വരെ പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ബ്ലഷ് വാങ്ങിച്ചു, അതും ലാക്മേഡേന്ന് തന്നെ ഫേസ് 8 ബ്ലഷ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 ആണ്. ഇത് ഞാൻ മുമ്പത്തെ ഒരു ബ്ലഷിൻ്റെ സെയിം കളർ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ആ സെയിം കളർ വേണമെന്നായിരുന്നു, പക്ഷെ എനിക്ക് ആ സെയിം കളർ കിട്ടിയില്ല. അപ്പം ഞാൻ പുതിയ ബ്രഷസും വാങ്ങിച്ചു. ഒരു സെറ്റ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ബ്രഷാണിത്, ഈ ബ്രഷ്. അപ്പം പുതിയ ബ്രഷ്, പുതിയ ബ്ലഷ്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ചോപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ചോപ്പിക്കാമോ? ഇപ്പം ചോപ്പിക്കാമോ? അമ്മ പറയണം ഒരുപാട് ചോപ്പിക്കരുത്, അമ്മ കൂടെ വരില്ല എന്നൊക്കെ. ഞാൻ അധികം ചോപ്പിക്കില്ല, കാരണം അവിടെ പോകുമ്പോൾ ഇതൊക്കെ വെച്ചൊരു ഡൗട്ടുണ്ട് ഗൈസ്. എടുത്തിട്ട് ടച്ച് ചെയ്തിങ്ങനെ കളയുമല്ലോ, പക്ഷെ അങ്ങനത്തെ എൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൽ പഴയതിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് ആക്കുക, ആവശ്യത്തിനേ വരുന്നുള്ളൂ. കണ്ടോ, ക്രീമി, എനിക്ക് ക്രീമി ഇഷ്ടമല്ല. കാരണം ഓൾറെഡി ഓയിൽ സ്കിന്നുള്ള ആൾക്കാർ ക്രീമി എടുക്കുകയേ ചെയ്യരുത്. എടുക്കുന്നെങ്കിൽ പൗഡർ ആയിട്ടുള്ളത് മാത്രമേ എടുക്കാവൂ. പൗഡർ ബേസ് ഒക്കെ ആകുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പം എന്താ ഞാൻ അമ്മയ്ക്ക് ഒരുക്കി കൊടുക്കാൻ പോവുകയാണേ. അടുത്ത മോയ്സ്ചർ അപ്ലൈ ചെയ്യണേ. അമ്മയ്ക്ക് പിന്നെ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അച്ഛൻ ഓൾറെഡി റെഡിയായി. അപ്പം അമ്മയ്ക്ക് സിമ്പിൾ ആൻഡ് ഹമ്പിൾ രീതിയിൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ജസ്റ്റ് ഇത് വിട്ട് പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും കൂടെ. ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കാര്യം. ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രൗണേ ഇടുള്ളൂ, ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഒള്ളി ബ്രൗൺ. എനിക്ക് ബ്രൗൺ ഉണ്ട്, അമ്മയുടെയിലും ഉണ്ട്, എനിക്കും ബ്രൗൺ ഉണ്ട്. അപ്പം ആ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഞാൻ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയുണ്ടെന്ന് പറയണേ. അതിന് മുമ്പേ അണ്ടർ ആംസിൽ റോൾ ഓൺ ഇടണം. പിന്നെ വേറെ എന്താ, എൻ്റെ ടമ്മി ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇൻ ഷേപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ ഒരു ചെറിയൊരു ടൈറ്റ്സ് പാൻറ്റും കൂടി ഇട്ടിട്ടുണ്ട് അടിയിൽ. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇട്ടിട്ട് വന്നിട്ട് കാണിച്ചു. ഹായ്, അപ്പോൾ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇതാണ് ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 3800 900 സംതിങ് ആണ്. ഇത് ഞാൻ ചീച്ചി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് പറയണേ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നല്ലൊരു ലിപ് ലൈനർ കൊടുക്കുക. ഞാൻ ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പോയിട്ട്. താരച്ചേച്ചിയുടെ അവിടെ നിന്നാണ് ചെയ്തത്. ആ വ്ളോഗ് നിങ്ങൾ കണ്ടു നോക്ക്, ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താരച്ചേച്ചിയുടെ അവിടെ നിന്നാണ് ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തത്. ഇത് രണ്ടും എൻ്റെ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ ഡിസൈൻ എല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത ഡിസൈൻ തന്നെയാണ്. അതേപോലെ എനിക്ക് ചേച്ചി ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. കാരണം ഞാൻ അവരുടെ ഐഡിയയും കൂടെ വെച്ചിട്ടാണ് ചെയ്തത്, അല്ലാണ്ട് എൻ്റെ മാത്രം ഒരു ഐഡിയ ആയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കണം എല്ലാവരും. ഞാനൊരു ലിപ് ലൈനർ ഇട്ട്, ഡാർക്കാണ് ലിപ്പ്, പിഗ്മെൻറ്റഡ് ലിപ്പായതുകൊണ്ട് ഡാർക്കായിരിക്കും യൂസ് ചെയ്യുന്നത് ബെറ്റർ. ഞാൻ പിന്നെ മിക്സ് ചെയ്താണ് ഞാൻ പൊതുവേ ലിപ്സ്റ്റിക്ക് ഇടാറ്. ഒരു ബ്രൗണും ഒരു
എന്താ പറയുക ഡാർക്ക് റെഡും കൂടെ കൊടുത്താലേ നമ്മൾ ഔട്ട്ഫിറ്റിന് ഒരു ഭംഗി തോന്നിക്കുള്ളൂ. അപ്പോൾ ഷുഗറിൻ്റെത് ഡാസ്ലറിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനപ്പം ലിപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഷുഗറിൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ 21 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണേ. നല്ല നമ്മൾ ലിപ്പൊന്ന് റോൾ ചെയ്ത് കാണിക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മാത്രം ബ്രൗൺ കൊടുക്കുക താഴെ. ദാറ്റ് സ്മജ് ഇറ്റ്. ഒരു ന്യൂഡായിട്ടല്ല, ഒരു എന്താ പറയുക ബ്രൗണിഷ് പോലെ കിട്ടിയില്ലേ, അതായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞിളകാനായിട്ട് തുടങ്ങേ. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും എപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ എടുത്തു വെക്കണം. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഞാൻ മാല 2 വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എനിക്ക് അറിഞ്ഞൂടെ ഏത് ഇടണം, ഏതിട്ടാൽ ശരിയാവുമെന്ന്. ഇതൊരു റിംഗ് ടൈപ്പാണ്, പക്ഷെ റിങ്ങിനൊരു വല്ലാത്ത അപാകത. ഇതിടുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കും. ഇതാണോ ബെറ്റർ? മറ്റേത് കസ്റ്റമൈസ് ചെയ്തതാണ്. ഡീൻ്റെ ഒരു ലോക്കറ്റ് വരുന്നതാണ്, ദേവികയുടെ ഡീയുടെ ഒരു ലോക്കറ്റ് വരുന്നതാണ്. ഇതും അടിപൊളി സാധനമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കളറ് പോവില്ല, ഇത് കളറൊന്നും പോവില്ല. ഈ ഒരു ലോക്കറ്റാണ്. ഇത് ഇട്ടാലായിരിക്കോ ബെറ്റർ, സിമ്പിളായിട്ട് പോകാൻ കരുതി. കാരണം ഞാൻ കമ്മൽ ഓൾറെഡി കൊടുത്തു. കമ്മലിൻ്റെ റേറ്റ് വന്നിട്ട് 700 ആണ്. മാല ഈ ഒരു മാലയ്ക്ക് മാത്രം 1250 സംതിങ് ആയി. ഈ ഒരു മാലയ്ക്ക് 1500 എബോ ആയിട്ടുണ്ട് കേട്ടോ, 500 എബോ ആയിട്ടുണ്ട്. കാരണം കളറൊന്നും പോവില്ല, എത്ര വർഷം നമുക്ക് ഇതിട്ട് കുളിച്ചാലും ഒന്നും കളർ പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ചൂസ് ചെയ്തത്. നമുക്കിനി പോകുന്നെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, അതാണ് കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഡീയുടെ ലോക്കറ്റ് ആയിരിക്കും. കാരണം കമ്മൽ ഹെവി കൊടുത്തുകൊണ്ട് മാല അധികം ഹെവി വേണ്ട, നമുക്കൊരു ഈ ഒരു മാലയിൽ തന്നെ പോവാം. ദാറ്റ്സ് ബെറ്റർ. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് എന്തായാലും നിങ്ങൾ കണ്ടാണല്ലോ. ഞാൻ കുറച്ച് റിങ്സ് ഇട്ടു, അതിൻ്റെ പൊട്ടാണ്. കുറച്ച് റിങ്സ് ഇട്ടു. മുടി ഞാൻ ഈ സൈഡിലോട്ട് പാർട്ടീഷനാക്കി ഇട്ട് അഥവാ കെട്ടാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കെട്ടി വെക്കും. പിന്നെന്താ, ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോകുന്നു. മാല ഇട്ടു, കമ്മലിട്ടു. പിന്നെ ഞാനൊരു സാധനം വാങ്ങാൻ മലബാർ ഗോൾഡിൽ പോയായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്കത് കാണണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചതിന് ശേഷം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഞാൻ അമ്മ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ എന്താണ് എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാവേ. ഒന്ന് അമ്മയ്ക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഇതാണ് അച്ഛൻ ഗിഫ്റ്റ് ചെയ്തത്. ഇത് പ്യുവർ ഡയമണ്ടിൻ്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച് അച്ഛ. അതേപോലെ തന്നെ അമ്മയ്ക്കും അച്ഛൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ ഇങ്ങോട്ട് വാ അമ്മ. അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തത് ഇത് എന്നെ സെയിം തന്നെയാണ്, ഡയമണ്ടിൻ്റെ ഒരു മോഡൽ. ഇതാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തത്. എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഇതാണ്. ഇത് എത്ര ആയെന്നൊക്കെ ചോദിച്ചാൽ സോറി ഗൈസ്, എനിക്കറിയില്ല. എന്തായാലും ഡയമണ്ടിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഡയമണ്ടിൻ്റെ വില എത്രയാണെന്നൊക്കെ. മലബാർ ഗോൾഡിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ ഇടാൻ പോകണേ. ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഞാൻ നിങ്ങളാരും ചോദിച്ചിട്ട് കാണിച്ചു തരാത്തത്. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ ഇത് പെയർ ചെയ്തിട്ടുണ്ട്. കാണില്ല, എന്നാലും മാക്സിമം കാണുന്ന രീതിയിൽ ഞാൻ വെക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡാഡി, ലവ് യു. അപ്പം ഔട്ട്ഫിറ്റ് അമ്മ എല്ലാം തല്ലി പൊട്ടിക്കും ഇവിടെ ഇരുന്ന്. അങ്ങനെ ഔട്ട്ഫിറ്റ് ഇതാണ്. അമ്മയുടെ സാരി കാണിച്ചു കൊടുത്തത്. അമ്മ പ്ലീറ്റ് ഊരിയിരുന്നില്ലേ? അമ്മ പ്ലീറ്റ് ഞാൻ പറഞ്ഞു പ്ലീറ്റ് വെക്കണ്ട, പ്ലീറ്റ് ഊരിയിടാൻ ഞാൻ പറഞ്ഞു. എനിക്ക് ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ ഒരുങ്ങിയതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിഞ്ഞൂടോ വൈ. എന്തായാലും ഞാൻ ഭയങ്കര പ്രിറ്റി ആണെന്ന് തോന്നുന്നു ഈ ഔട്ട്ഫിറ്റിൽ. പൊക്കണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഞാൻ ഐബ്രോസ് ഒന്നും എഴുതിയിട്ടില്ല. എനിക്കിഷ്ടമല്ല ഐബ്രോസ് എഴുതി കഴിഞ്ഞാൽ അതൊരു മാതിരി പ്രയത്തെ കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനതൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടുന്ന് പോവാണ്. കാരണം ടൈം ഓൾറെഡി ഇറ്റ്സ് ലേറ്റ്. ഞാനപ്പോൾ ഔട്ട്ഫിറ്റ് ഞാൻ വെളിയിൽ ഇറങ്ങിയതിനൊക്കെ ശേഷം കാണിച്ചു. അമ്മ ഇങ്ങോട്ട് വന്ന് അമ്മ കാണിച്ചു കൊടുക്കുന്നു. അമ്മ ഇതാണ്
അമ്മ എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയുണ്ട്, രണ്ടുപേരും ഒരു മാച്ചും ഇല്ലാന്ന് അറിയാം. എന്നാലും ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. എൻ്റെ പുതിയ ചപ്പൽ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ കാണൂലല്ലോ, ഫുള്ളും കാണിച്ചു തരാം. ഒന്ന് പിടിച്ചേടാ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്, മൈ സാലസ്. അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ റിങ്സ്, എൻ്റെ അക്സസറീസ്, എൻ്റെ മേക്കപ്പ് എല്ലാം എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ മറക്കാണ്ട് എല്ലാവരും അറിയിക്കണം. ബാക്കി നമുക്ക് കോളേജിലേക്ക് പോവാം, കാരണം നല്ല ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോളേജിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സ്റ്റെല്ല അങ്ങറ്റത്തിരിക്കുന്ന ബിൽഡിങ്ങാണ് എന്തോന്നായിരുന്നു കോളേജ്. അപ്പം നമ്മളിവിടെ ഇരിക്കുകയാണ്, ഞാനും അച്ഛനും അമ്മയും കൂടെ. ജോയലിനെയും ഫെർണാണ്ടസിനെയും കണ്ടു. അങ്ങനെ ഭയങ്കര ഹാപ്പി. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഇവിടെ നിന്ന്. ഗ്രാജുവേഷൻ സമയത്ത് പാരൻസ് എല്ലാവരും വന്ന് നിൽക്കുകയാണ്. എല്ലാ പാരൻസും ഉണ്ട് ഇവിടെ. താഴെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ്. ഇതൊക്കെ ജൂനിയേഴ്സ് ബാച്ചസ് ആണ് കേട്ടോ, എൻ്റെ ജൂനിയേഴ്സാണ്. എൻ്റെ ബാച്ചിലുള്ള ആരെയും ഞാൻ കണ്ടില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരെ കേട്ടോ, പക്ഷെ ആരെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും സാരിയൊക്കെ ഉടുക്കാൻ പോയി. എല്ലാവരും മോർണിംഗ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ സാരിയൊക്കെ ഉടുക്കാൻ പോയിട്ടുണ്ടായിരിക്കും, അറിയില്ല. അപ്പോൾ എല്ലാവരും വരട്ടെ. വന്നിട്ട് മേളിലാണ് ഹാള്. ഇതാണ് ഹാള്. ഇതൊരു തേനീച്ച കൂട് കേട്ടോ അവിടെ. ഒന്ന് കത്തിച്ച് കളഞ്ഞിരിക്കുന്ന കേട്ടോ, ഒന്നിനിയുണ്ട്. അതാണ് ഹാള്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മളെല്ലാവരും കൂടെ പോകണമെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും അവിടെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും വന്നിട്ട് കയറാൻ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗൈസ്, ഫൈനലി ഞാൻ ഗ്രാജുവേറ്റഡായി. എൻ്റെ ഡ്രീം കം ട്രൂത്തായി. അങ്ങനെ എനിക്കിതാ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. വീഡിയോസ് എടുത്തതാണ് തോന്നുന്നത്, എടുത്തിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇവരെങ്ങനെയാണ് വീഡിയോസ് എടുത്തതെന്നൊന്നും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ ഗ്രാജുവേറ്റഡായി ഗൈസ്. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ബൈ ആൾ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും സ്റ്റിൽ ബൈ ഫ്രം സ്നാപ്സ് ഓഫ് ദീപു.